എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചു കൊള്ളുന്നു. എനിക്ക് എന്താ പറയുക, ഓവറായിട്ട് സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ചെറിയ വിഷയങ്ങളൊക്കെ തോന്നാം, എന്നാലും ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് കരുതിയിട്ട് കുറച്ച് ഡേയ്സായി. പിന്നെ ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഇന്ന് ചെയ്യാമെന്ന് കരുതിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരിയിൽ വണ്ടിയുടെ ടെസ്റ്റ്, അതിനു മുമ്പ് എന്താ പറയുക, മീറ്റർ ടെസ്റ്റ് ചെയ്യണം. പുത്തൻ മീറ്റർ മേടിച്ച് 60 ദിവസത്തെ ഗ്യാപ്പാണല്ലോ ഉള്ളൂ. അത് വേണമെങ്കിൽ 90 ദിവസം ആക്കാം. പക്ഷേ എൻ്റെ ഇപ്പോൾ 4 മാസത്തിൻ്റെയൊക്കെ അടുത്താവാറേ. അപ്പോൾ ഇനിയിപ്പോൾ ഫൈൻ കൂട്ടിയൊക്കെ അടയ്ക്കേണ്ടി വരും. അത് ഈ തിങ്കളാഴ്ചയാണ് ടെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള എനിക്ക് മാത്രമാണോ ഇങ്ങനൊരു പ്രോബ്ലം, അതോ എല്ലാം വണ്ടി ഓടിക്കുന്നവർക്ക് ഇങ്ങനെ പ്രോബ്ലം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നിൽക്കും കുതിര എന്ന്, അല്ലെങ്കിൽ നമ്മൾ കേട്ടു വരുന്നത് ചെരുപ്പ് എന്നാണല്ലോ. പക്ഷേ എൻ്റെ ഇതിനകത്ത് വെള്ളം കണ്ട നിൽക്കുന്നത് ചെരുപ്പൊന്നുമല്ല, എൻ്റെ വണ്ടിയുടെ മീറ്ററാണ്. അതായത് ഇപ്പോഴൊക്കെ മീറ്റർ കറക്റ്റായിട്ട് ഓടുന്നുണ്ട്. മറ്റേ വണ്ടി മീറ്റർ അല്ല കേട്ടോ, പൈസ മേടിക്കണ മീറ്റർ. അത് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശക്തമായ മഴ അതിന് കാണാൻ പാടില്ല. എങ്ങനെയൊക്കെ എന്തൊക്കെ വർക്കിൽ ചെയ്താലും അത് മഴ കണ്ടു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ എന്താ പറയുക, വർക്കാവാണ്ട് നിൽക്കും. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കിലോമീറ്റർ ഇപ്പോൾ ഓടിക്കണത് കാണിച്ചു തരാം, അതുകൂടാണ്ട് വെയിറ്റിംഗ് എടുക്കണതും കാണിച്ചു തരാം. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റിംഗ് ഒക്കെ കാണിക്കാത്തത് കിലോമീറ്ററാണ്. അന്നേരം അതിൻ്റെ സൈഡിലുള്ള പോയിൻ്റ് അനങ്ങൂല, അല്ലെങ്കിൽ പോയിൻ്റൊക്കെ അനങ്ങും. ഇപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ആ മലയ്ക്ക് പോണതിൻ്റെ തലേ ദിവസം നല്ല മഴയായിരുന്നു. ആ മഴയത്തൊക്കെ ഓടി എൻ്റെ മീറ്റർ വർക്കാവാണ്ടായി. ഇങ്ങനെ എനിക്ക് മീറ്റർ ടെസ്റ്റ് വന്നിട്ട് ഒരെണ്ണം ക്യാൻസലായി പോയത് വർക്കാവാണ്ട് വന്നപ്പോഴാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മീറ്റർ നല്ല രീതിയിൽ പണിത് ഈ ബാക്ക് സൈഡിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പം മീറ്ററിന് ഉണ്ടായില്ല. അവിടെ നിന്നും ഈ ബായിമാർ മീറ്ററിൽ പണിത് എൻ്റെ ഒരു മീറ്റർ കളഞ്ഞു. അത് കാരണം പുത്തൻ മീറ്റർ വന്നപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് മാറ്റിയതാണ്. ഫ്രണ്ടിൽ വന്നേ പിന്നെ 8ൻ്റെ പണിയാണ് കിട്ടുന്നത്. എങ്ങനെയൊക്കെ മീറ്റർ എന്നൊക്കെ കൊണ്ടുപോയി പണിതാലും ആ പണിയണ ദിവസം കുഴപ്പമുണ്ടല്ലോ, പക്ഷേ വെള്ളം കണ്ട ഓൺ ദ സ്പോട്ടിൽ നിന്നു പോകുന്നു. ഇങ്ങനെ മഴ കാണുമ്പോൾ മീറ്റർ വർക്കാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതിൽ കമൻറ്റ് ചെയ്യണേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു സീൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പണി കിട്ടുന്നത് എന്ന് അറിയുവാൻ വേണ്ടി ആണ്. പിന്നെ എന്താ പറയുക, ഇപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല, ഇപ്പോഴൊക്കെ പക്കയതായി. ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തിങ്കളാഴ്ച കയറ്റാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മഴ കണ്ടു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കലേ ഇല്ല. രാവിലെ മഴക്കാർ കണ്ടാൽ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. അഥവാ വൈകിട്ട് ആ മഴക്കാർ കാണണമെങ്കിൽ ഒരു 5 മണി അല്ലെങ്കിൽ 4 മണിക്ക് ശേഷമാണ് കാണുന്നതെങ്കിൽ വണ്ടി ഓൺ ദ സ്പോട്ടിൽ ഞാൻ ഒതുക്കും. മഴയത്ത് ഓടലില്ല. എന്തായാലും ഈ തിങ്കളാഴ്ച മീറ്റർ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഓട്ടം ഉള്ളൂ. അപ്പോഴേക്കും എൻ്റെ പകുതി ദിവസങ്ങൾ കഴിയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മെയിൻ ടെസ്റ്റ് ജനുവരിയിലാണ്. ജനുവരി 16-ാം തീയതിയാണ് എൻ്റെ ഡേറ്റ് കിടക്കുന്നത്. അപ്പോൾ 16-ാം തീയതി എന്നുള്ളത് ഈ മാസം ഒരു 22-ാം തീയതി അല്ലെങ്കിൽ 23-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും വണ്ടി, 16-ാം തീയതി ഉള്ളത് എന്താ പറയുക, ഈ മാസം 22-ാം തീയതി അല്ലെങ്കിൽ 23-ാം തീയതി, ചിലപ്പോൾ 20-ാം തീയതി വണ്ടി പണിക്ക് കയറ്റിയാലാണ് കാര്യങ്ങൾ നടക്കൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്, പിന്നെ പാച്ച് വർക്ക് കുറച്ച് ചെയ്യാണ്ട്. അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ചെയ്താലാണല്ലോ വണ്ടി ടെസ്റ്റിന് കയറ്റാൻ പറ്റുകയുള്ളൂ, അതിൻ്റെ വർക്കുകൾ. അതുകൂടാണ്ട് എന്താ പറയുക, ഈ മീറ്റർ ഇങ്ങനെ പണി തരുന്നത് കൊണ്ടാണ് എൻ്റെ ഡേറ്റുകൾ ഇങ്ങനെ നീണ്ടു പോകുന്നത്. ഈ മീറ്റർ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇനിയിപ്പോൾ വണ്ടിയുടെ ടെസ്റ്റിൻ്റെ ഡേറ്റ് എടുക്കാൻ. എല്ലാത്തിനും ഇപ്പോൾ ഓരോരോ ഡേറ്റുകളാണല്ലോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടെസ്റ്റ് മീറ്ററാണ്. അതിപ്പോൾ ഈ തിങ്കളാഴ്ച കയറ്റും. ആ മീറ്ററിൻ്റെ പേപ്പർ കിട്ടിയാലാണ് നമുക്ക് മെയിൻ ടെസ്റ്റ് വണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. പേപ്പേഴ്സൊന്നും ഇല്ലാണ്ട് വണ്ടി ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടിയിലും മീറ്റർ വെള്ളം കണ്ടാൽ നിൽക്കുന്നതാണോന്നും കൂടി ഒന്ന് പറയണം. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോഴും എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം ആശംസിച്ചു കൊള്ളുന്നു.